നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പ്രൈമറി കീ എന്നാൽ എന്താണെന്നാണ്. പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരു ടേബിളിലെ ഒരു റെക്കോർഡിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫീൽഡിനെയാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. സോ ഫീൽഡ് എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, പ്ലേസ് എന്നിവയാണ് ഫീൽഡ്. സോ റെക്കോർഡ് എന്നാൽ എന്താണെന്ന് അറിയാം. നമുക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് കാണുന്ന S1, S2 ഈ കാണുന്ന ഓരോ റെക്കോർഡിനെയും നമുക്ക് റോസ് അല്ലെങ്കിൽ റെക്കോർഡ് എന്ന് വിളിക്കാം. സോ പ്രൈമറി കീ എന്ന് പറയുന്നത് ഒരു ടേബിളിലെ ഒരു റെക്കോർഡിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫീൽഡിനെയാണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. സോ നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം സ്റ്റുഡൻറ്റ് ഐ ഡി S1, S2, S3, S4. ഈ സ്റ്റുഡൻറ്റ് ഐ ഡി നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൽ പ്രത്യേകം വ്യത്യസ്തമായ നമ്പറുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഇവ റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ യുണീക്ക് ഒരു ഡാറ്റയായി കണക്കാക്കാം. സോ നമ്മളിവിടെ ഈ സ്റ്റുഡൻറ്റ് നെയിം ആദ്യത്തെ അഖിൽ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് ഐ ഡി S1, രണ്ടാമത്തെ മഞ്ജു എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ സ്റ്റുഡൻറ്റ് നെയിം സ്റ്റുഡൻറ്റ് ഐ ഡി S2. ഇതിങ്ങനെ നമുക്ക് വ്യത്യസ്തമായ നമ്പറുകളായിരിക്കും ലഭിക്കുന്നത്. അതായത് യുണീക്ക് ആയിരിക്കും, ഓരോ റെക്കോർഡിനും യുണീക്ക് ആയിരിക്കും. സോ ഇനി ഉദാഹരണമായി നമുക്ക് ഇതേ പേരിലുള്ള വേറൊരാളും ഈ സെയിം നെയിം, സെയിം ഏജ്, സെയിം പ്ലേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു റെക്കോർഡ് കൂടി ഉണ്ടെങ്കിൽ സോ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഈ ഫീൽഡ് ഉപയോഗിച്ച് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരേ പേരും ഒരേ ഏജും ഒരേ പ്ലേസുമുള്ള വ്യത്യസ്ത ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നമുക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല. ഇങ്ങനെ ഓരോ റെക്കോർഡിനും നമുക്ക് യുണീക്കായിട്ടുള്ള ഒരു ഫീൽഡ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി കീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പെട്ടെന്ന് നമുക്ക് ആ പ്രൈമറി കീ ഉപയോഗിച്ച് ആ ഒരു റെക്കോർഡിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഉദാഹരണമായി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് ഐ ഡി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡാണ്. അതുപോലെ നമ്മൾ കോഴ്സിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് കോഴ്സ് ഐ ഡി C1, C2, C3 എന്ന് പറയുന്ന കോഴ്സ് ഐ ഡി കാണാൻ കഴിയും. ഓരോ കോഴ്സ് ഐ ഡിക്കും സമാനമായിട്ടുള്ള കോഴ്സ് നെയിമും നമുക്കിവിടെ അടുത്ത കോളത്തിൽ കാണാൻ സാധിക്കും. സോ കോഴ്സ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീ എന്ന് പറയുന്നത് കോഴ്സ് ഐ ഡിയാണ്. അതുപോലെയാണ് എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ പ്രൈമറി കീ എന്ന് പറയുന്നത് എൻറോൾമെൻറ്റ് ഐ ഡിയാണ്. ഈ ഓരോ പ്രൈമറി കീയും ഓരോ റെക്കോർഡിനും വ്യത്യസ്തമായിരിക്കും, യുണീക്ക് ആയിരിക്കും. അതാണ് പ്രൈമറി കീയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.